ഹായ് ഓൾ, നമ്മളെല്ലാവരും കാത്തിരുന്ന അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരുടെയും ഉള്ളിൽ ജോലിയെ പറ്റി പലതരത്തിലുള്ള സംശയങ്ങളുണ്ടാവും. ജോലിയുടെ സാലറി, പ്രൊമോഷൻ, അതുപോലെ തന്നെ ജോബ് നേച്ചർ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ സാലറി, പ്രൊമോഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജോബ് നേച്ചർ എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഓരോ ജയിലുകളിലെയും ഡ്യൂട്ടി എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ നമുക്കത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ സാലറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ APO ആയിട്ട് അഥവാ അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് 27,900 ബേസിക് പേ. അപ്പോൾ പലർക്കും സംശയം വരാം, 27,900 രൂപയാണോ നമുക്ക് കയ്യിൽ കിട്ടുന്നതെന്നുള്ളത്. ഒരിക്കലുമല്ല. ഇതിനോടൊപ്പം നമ്മുടെ HRA, അതുപോലെ തന്നെ ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ പ്രസന്റ് സ്പെഷ്യൽ അലവൻസ്, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഏകദേശം ഒരു 30,000 സംതിങ് അല്ലെങ്കിൽ 30,000 പ്ലസ് നമുക്ക് ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടും. അപ്പോൾ സാലറിയോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസും ഉണ്ട്. ഡിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ടും നമ്മുടെ PF, SLI, അതുപോലെ തന്നെ മെഡിസപ്പ്, അങ്ങനെ കുറച്ച് പൈസ നമുക്ക് ഡിഡക്ഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് ഇൻ ഹാൻഡ് ഏകദേശം ഒരു 30,000 പ്ലസ് നമുക്ക് APO ആയിട്ട് കയറുന്ന ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസറിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ APO ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് DPO എന്ന തസ്തികയിലേക്കാണ്, അഥവാ ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർ. ഏകദേശം 8 വർഷത്തോളം എടുക്കും DPO ആവാനായിട്ട്. ഇനി ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് DPO വേക്കൻസി ഇല്ല എങ്കിൽ 8 വർഷത്തിൽ കൂടുതൽ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് DPO ആകാൻ പറ്റുന്നത്. എന്നിരുന്നാലും DPOയുടെ സാലറി കറക്റ്റ് 8 വർഷമാകുമ്പോൾ നമുക്ക് കിട്ടിത്തുടങ്ങും. DPOയിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത് ലഭിക്കാൻ പോകുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് ഗേറ്റ് കീപ്പറിലേക്കാണ്, അഥവാ GK ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഷോൾഡറിൽ നമുക്ക് ഒരു സ്റ്റാർ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ മറ്റ് നേച്ചറുകളും ജോലിയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. GKയിൽ നിന്ന് നമുക്ക് അടുത്ത് ലഭിക്കാൻ പോകുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് PO അഥവാ പ്രസന്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ്. പ്രസന്റ് ഓഫീസർ എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു പോസ്റ്റാണ്. നമുക്കൊരു പ്രസന്റ് ഒരു ചാർജാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പം അതിൻ്റെ മറ്റു നേച്ചറും കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പറയുന്നില്ല. PO ആയ ശേഷം നിങ്ങൾക്ക് അടുത്ത് ലഭിക്കാൻ പോകുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 2ലേക്കാണ്. അതായത് നമ്മുടെ പോലീസിന് ASIക്ക് സമാനമായിട്ടുള്ളൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 2 എന്നുള്ളത്. അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 2 ശേഷം നിങ്ങൾക്ക് അടുത്ത പ്രൊമോഷൻ ലഭിക്കുന്നത് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ലേക്കാണ്. അതായത് പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ SI റാങ്കിന് സമാനമായിട്ടുള്ള ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1 എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊമോഷനാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ്. ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. നമുക്ക് പോലീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ ഇൻസ്പെക്ടറിന് സമാനമായിട്ടുള്ള ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ്. ഒരുപാട് പവറും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പോസ്റ്റാണ് ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ ഒരു APO ആയിട്ട് പ്രവേശിക്കുന്ന ആൾക്കാർക്ക് മാക്സിമം നമുക്ക് ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് റാങ്ക് വരെയൊക്കെ എത്താൻ സാധിക്കാറുള്ളൂ. അതിനുശേഷവും പ്രൊമോഷൻ സാധ്യതകളുണ്ട്. എന്നാൽ വേക്കൻസി വരുന്ന മുറയ്ക്ക് മാത്രമാണ് അടുത്ത പ്രൊമോഷനിലോട്ടൊക്കെ പോകാറുള്ളൂ. അടുത്തത് ജോയിൻറ്റ് സൂപ്രണ്ടൻ്റ്, അതിനുശേഷം സൂപ്രണ്ടൻ്റ്, അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ സാധാരണ നിലയിൽ ഒരു APO ആയി പ്രവേശിക്കുന്ന ആൾക്കാർക്ക് ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് വരെ മാക്സിമം എത്താൻ പറ്റും. നിങ്ങൾ വളരെ യങ് ഏജിൽ സർവീസിൽ കയറുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് വരെ എത്താം. അത് വളരെ പവർഫുൾ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഗസറ്റഡ് പോസ്റ്റിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ജോലിയുടെ നേച്ചർ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ, നമ്മുടെ ഡ്യൂട്ടിയുടെ നേച്ചർ, ലീവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിന് പുറമെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.